ഹലോ എവ്രി വൺ, നമസ്കാരം. വിനിയാണ്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായി അമ്മയ്ക്ക് പറയൂ പറഞ്ഞിട്ട്. എനിക്ക് എല്ലാവരോടും ഇൻഡിവിജ്വലായിട്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാലോ. എന്നാലും ഓരോരുത്തരും നിങ്ങൾ അത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ ഫസ്റ്റ് സർജറി നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അമ്മയെ ഞാൻ പോയി കണ്ടു. അമ്മ ഇപ്പോൾ HDU എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ പേഴ്സണലി ഡോക്ടറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഒരു ഏജ് ഫാക്ടർ കാരണം കൊണ്ട് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. സോ ഫസ്റ്റ് സർജറി കഴിഞ്ഞു. ഇനി 2 ദിവസം, അപ്പോൾ HDUവിൽ നിന്ന് നാളെ അവർ ഷിഫ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ആ മുറിവിൻ്റെ പോക്ക് എന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ സർജറിയിലേക്കാണ് കടക്കുന്നത്. അതിലും ഇതേമാതിരി എത്ര നമ്മൾക്ക് എങ്ങനെയാണ് അതിൻ്റെ പോക്ക് എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ നമ്മൾ തേർഡിലേക്ക് കടക്കും. എന്താ സംഭവിച്ചേ, എന്താ സംഭവം, എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതിൻ്റെയൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല ചോദ്യങ്ങളാണെന്ന് എനിക്കറിയാം. അതൊന്നും എനിക്ക് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് ഇപ്പോൾ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതൊന്നും ഞാൻ പറയാതെ നിങ്ങൾ ചോദിച്ച കാര്യത്തിന് മാത്രം അപ്ഡേറ്റ് തരുന്നത്. ബിക്കോസ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ഞാനും അച്ഛനും മാത്രമാണ്. ബിക്കോസ് വേറൊരാളെ അവർ അക്കോമഡേറ്റ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. പക്ഷേ അച്ഛൻ ഏജ്ഡ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസിഡറേഷനിലാണ് അവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളാണ്, മരുന്ന് വാങ്ങിക്കാൻ പോലും അമ്മയുടെ വേണ്ട കാര്യങ്ങൾ നോക്കലും എല്ലാം കൂടിയിട്ട്. അതുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ട് എന്നുള്ളതിന് എനിക്ക് ആൻസർ പറയാൻ പറ്റാതിരിക്കുന്നത്. പക്ഷേ ഒരുപാട് പ്രേയേഴ്സ്, ഒരുപാട് ആൾക്കാരുടെ ആശ്വാസം, എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും ഇനിയും വേണം. നമ്മളൊരു 30% കവർ ചെയ്തിട്ടുള്ളൂ. ഇനിയും നമ്മുടെ മുമ്പിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതും കടന്നു പോകും എന്നെനിക്കറിയാം. ഞാൻ സ്ട്രോങ് ആണ്. അമ്മയുടെ മുമ്പിൽ ഒരിക്കലും ഞാൻ തളർന്നിട്ടില്ല, അച്ഛൻ്റെ മുമ്പിലും. പക്ഷേ ഇനിയും ഒരുപാട് കടക്കാനുണ്ട്. സോ കടന്നു പോവും. ആൻഡ് ഇവിടുത്തെ ടീം ഓഫ് ഡോക്ടേഴ്സ് അത്രയും നല്ല ഡോക്ടേഴ്സാണ്. അവർ നമ്മൾ എന്ത് ചോദിച്ചാലും ഇല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചോദിച്ചാലും അവർ റെഡിയാണ് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും എല്ലാത്തിനും. സോ ഐ എം വെരി താങ്ക്ഫുൾ ദാറ്റ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് അമ്മയും കൊണ്ട്. സോ താങ്ക് യു സോ മച്ച്. ചോദിച്ച ഓരോരുത്തരോടും താങ്ക്സ്. പ്രാർത്ഥിച്ച ഓരോരുത്തരോടും താങ്ക്സ്. ഇനിയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു അപ്ഡേറ്റ് വരാം. നമ്മുടെ അടുത്ത് ഇതെന്താണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അമ്മ ഓക്കെയാണ്. ഞാൻ ഫോണിന് വെയിറ്റ് ചെയ്യാണ്. സോ ദാറ്റ് അവർ വിളിച്ചാൽ എനിക്ക് അമ്മയ്ക്ക് കഞ്ഞിയും കൊണ്ട് പോകണം. സോ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അല്ലാണ്ട് ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്. ഞാൻ അമ്മയെ പോയി കണ്ടു. അച്ഛയും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ 2 പേരും പോയി കണ്ടു. അമ്മ സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി നാളെ റൂമിലേക്ക് വരും. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഡോക്ടേഴ്സ് പറയും. ബിക്കോസ് 3 ടീംസായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടീം ചെയ്ത് കഴിഞ്ഞു. അവർ ഹാൻഡ് ഓവർ ചെയ്യും അടുത്ത ടീമിലേക്ക്. ഇനി അടുത്ത ടീം ഡിസൈഡ് ചെയ്യും എപ്പോഴാണ് എന്നുള്ളത്. സോ താങ്ക് യു. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഈ ഒരു തിരക്കിൻ്റെ ഇടയിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നിങ്ങൾ സമയം എടുത്തിട്ട് ഓരോരുത്തരും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് തിരിച്ച് പറയാൻ പറ്റാത്തതിൽ. അതൊന്നും വിഷമം വിചാരിക്കരുത്. ഇതിലൂടെ പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ താങ്ക് യു.